ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കാറുണ്ട് അല്ലെ? ആ വേദനകളെയൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ശക്തിയാക്കി മാറ്റാനായിട്ട് പറ്റുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കാര്യം ചോദിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു സംഭവം എന്താണ്? അതൊരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുള്ളതാകാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാള് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സക്സസിലേക്ക് എത്താൻ പറ്റാത്തതാകാം. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ ജീവിച്ചിട്ടും ഒറ്റപ്പെട്ടതായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും ശക്തിമാനായ, ഏറ്റവും ശക്തിമത്തായ ഒരാളായി നിങ്ങളെ മാറ്റിയിട്ടുള്ളത്. എങ്ങനെയാണ് അത് നിങ്ങളെ ഒരു ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി. എന്താണെന്നറിയോ? ഞാൻ ഈ വേദനയ്ക്ക് മുന്നിൽ ഞാൻ തോൽക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ഒരു ചെറിയ കഥയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാകാതെ അവസാനം വരെ നിങ്ങൾ കാണുക. ഒരു ചെറിയ ഗ്രാമത്തില് ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന് വലിയൊരു ഓട്ടക്കാരനാകണം എന്നുള്ളതായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് അവൻ അതിനുള്ള പരിശീലനം നടത്തി. ഒരു ദിവസം ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അവന് അവസരം ലഭിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മത്സരങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൻ വലിയൊരു അപകടത്തിൽപ്പെട്ടു. അവന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ ഓടാനായിട്ട് കഴിയില്ല. ഇത് കേട്ട് നമ്മുടെ കൊച്ചു ബാലന് ഒരുപാട് വിഷമമായി. അത് അവന്റെ ആ ഡോക്ടറുടെ വാക്കുകൾ അവന്റെ ലോകം തന്നെ തകർത്തു. അവൻ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. അവൻ ദൈവത്തോട് ചോദിക്കാണ്, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ ഇത്രയും കിടന്ന് പരിശ്രമിച്ചിട്ടും ഈ ഒരു അവസാന നിമിഷത്തിൽ എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായത്? അങ്ങനെ ഇരിക്കെ ആ ദിവസം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഒരു ദിവസം അവൻ വേറൊരു രോഗിയെ കാണാനിടയായി. 2 കാലുകളും നഷ്ടപ്പെട്ട ഒരു വ്യക്തി. പക്ഷെ എപ്പോഴും സന്തോഷമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അവൻ അയാളോട് ചോദിക്കാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് 2 കാലുകളും നഷ്ടമായി, എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും സന്തോഷത്തിൽ ഇരിക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, നമ്മുടെ ബാലന്റെ ജീവിതം തന്നെ മാറ്റി. എന്താണെന്നറിയോ? അയാൾ പറഞ്ഞു, ജീവിതം എന്നിൽ നിന്ന് എന്ത് എടുത്തു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് എനിക്ക് എല്ലായ്പ്പോഴും എന്നും എനിക്ക് കരഞ്ഞുകൊണ്ടേയിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വീണ്ടും ജീവിക്കണമെന്നുള്ള ആ ഒരു പ്രേരണ എന്നിലുണ്ടായി. ആ ഒരു സന്തോഷം എന്നിലേക്ക് വന്നു. ഇത് ബാലനെ ഒന്ന് ചിന്തിപ്പിച്ചു. ആ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ആ ബാലന് ഒരു ഓട്ടക്കാരനാകാൻ കഴിഞ്ഞില്ല. പക്ഷേ ആയിരക്കണക്കിന് യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അവൻ മാറി. പിന്നീട് ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ അവൻ പറയുകയുണ്ടായി, എൻ്റെ അപകടം, ആ ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിന്റെ അവസാനമായിരുന്നില്ല, എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ ഉണ്ടാവുമ്പോൾ അത് 2 കാര്യങ്ങളാണ് നമ്മളിലേക്ക് കൊണ്ടുതരുന്നത്. ഒന്നാമതായിട്ട് അവ നമ്മളെ തകർക്കാം. രണ്ടാമതായിട്ട് അവ നമ്മളെ പുതിയൊരു രൂപത്തിലേക്കും പുതിയൊരു ഭാവത്തിലേക്കും പുതിയൊരു ഉയർച്ചയിലേക്കും നമ്മളെ നയിക്കാം. ഇതിൽ ഏത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളല്ല, പകരം നമ്മുടെ മനോഭാവമാണ്. ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കാതെ അത് വാളാകുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അതുപോലെ തന്നെ വജ്രം വലിയ സമ്മർദ്ദം സഹിക്കാതെ അതിനൊരു വജ്രമാകാനാകില്ല. മരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരങ്ങൾക്ക് ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ വേരുകൾ കൂടുതൽ ശക്തി ആർജിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മളെ തളർത്താനല്ല, നമ്മളെ വളർത്താനായിട്ടാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യാനുള്ളത്? നിങ്ങളുടെ വേദനകളെ നിങ്ങൾ സ്വീകരിക്കുക. പലരും എന്താണ് ചെയ്യണമെന്നറിയോ? വേദനകൾ വരുമ്പോൾ അതിനെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കാത്ത മുറിവുകള്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത വേദനകളെ നമുക്കൊരിക്കലും സുഖപ്പെടുത്താനാവില്ല. കരയേണ്ട സമയത്ത് കരയേണ്ടി വന്നാൽ കരയുക. പക്ഷെ കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ജീവിതത്തിലുടനീളം കരയാനായിട്ട് സൃഷ്ടിച്ചവരല്ല നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ വേദനയിലും ഓരോ പാഠം നിങ്ങൾ കണ്ടെത്തുക. ഓരോ പരാജയത്തിന് ശേഷവും നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഇതിൽ നിന്ന് എന്താണ് ഞാൻ പഠിച്ചത്? എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ആ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇര എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഒരു വിജയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കഥ മറ്റുള്ളവർക്കൊരു പ്രതീക്ഷയാക്കുക. മനസ്സിലായോ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന നാളെ മറ്റൊരാൾക്ക് അത് അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകും. നിങ്ങൾ രക്ഷപ്പെട്ട ഒരു കൊടുങ്കാറ്റ് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആകാം നാളെ. ഒരു ദിവസം ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ്, ഒരു പെൻസിൽ എങ്ങനെയാണ് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത്? എല്ലാവരും പറഞ്ഞു അത് നല്ല പെൻസിലാണ്, അതുകൊണ്ടാണ്. അധ്യാപകൻ ഒരു പെൻസിൽ ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, ഈ പെൻസിൽ പല പ്രാവശ്യം മൂർച്ച കൂട്ടേണ്ടി വരും. ഓരോ പ്രാവശ്യം നമ്മൾ മൂർച്ച കൂട്ടുമ്പോഴും പെൻസിലിന് വേദനിക്കും അല്ലെ? പക്ഷേ ആ വേദന കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ പെൻസില് കുറച്ചും കൂടി മികവുറ്റതായി വളരെ ഭംഗിയായിട്ട് നമുക്ക് പിന്നെയും വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, ജീവിതവും അങ്ങനെ തന്നെയാണ്. ചില സമയങ്ങളിൽ ജീവിതം നമുക്ക് മൂർച്ച കൂട്ടാനുള്ള ചില സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഇട്ട് തരും. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ശക്തി ആർജിക്കും. ജീവിതത്തിലെ വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് നിങ്ങൾ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു അധ്യായം മാത്രമാണ്. ഒരു ദിവസം നിങ്ങളെ കരയിച്ച ഈ അനുഭവം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ കഥയായി മാറും. വേദന നിങ്ങളെ ഒരിക്കലും നിർവചിക്കില്ല. പകരം നിങ്ങൾ എങ്ങനെയാണ് ആ വേദനയെ തരണം ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും. അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ പേര് ഷജീല ഹലിമ. ഞാനൊരു ലൈഫ് കോച്ചാണ്, ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ മുറിവ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. വേദനകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, പകരം നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് സഹായിക്കാനാണ് ഓരോ വേദനയും വരുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. Thank you so much for watching my video. I'll be back with another wonderful video tomorrow. See you soon. Thank you.